ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന് ശേഷം എണ്ണാക്ഷാമം നമ്മൾ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എതിരെ അങ്ങനെ ആ എണ്ണക്ഷാമം ഉണ്ടായതിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന രീതിയിലൊരു ശുഭവാർത്ത കേൾക്കുന്നുണ്ട്. എന്താണ്? നമ്മൾ പുതിയ ഒരു നയം അനുസരിച്ച് ഈ പെട്രോളിയം നിക്ഷേപം, ക്രൂഡ് ഓയിൽ, അത് കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിലവിൽ നമുക്ക് ചില പരിമിതികളുണ്ടായിരുന്നു. ഈ നോ ഗോൺ സോൺസ് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അതായത് ചില മേഖലകളിലോട്ട് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല. ഏതാണ്ട് 10 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വരുന്ന വിസ്തൃതിയിലുള്ള മേഖലയായിരുന്നു ഈ നോ ഗോ സോൺസ് ആയിട്ട് പറഞ്ഞിരുന്നത്. കടന്നില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല. അതിന് കാരണം ഒന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ചിലപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ പവിഴപ്പുറ്റുകൾ പോലെയുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സമുദ്രജീവി മത്സ്യബന്ധനം, അതേപോലെയുള്ള പ്രശ്നങ്ങൾ കാരണം അവിടെയൊക്കെ എണ്ണ പര്യവേഷണത്തിന് വിലക്കുണ്ട്. 2, ഇന്ത്യൻ നേവിയുടെ ചില പ്രശ്നങ്ങൾ, ചിലപ്പോൾ അവിടെ ഈ അന്തർവാഹിനികൾ വിന്യസിക്കുന്ന മേഖലകളായിരിക്കാം, ചിലപ്പം ഈ മിസൈൽ പരീക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ നടത്താം. അപ്പം അത്തരം പ്രദേശങ്ങളിൽ നമ്മൾ എണ്ണ പര്യവേഷണം വേണ്ടാന്ന് നിർദ്ദേശം വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആ ഒരു വിലക്ക് പിൻവലിക്കപ്പെട്ടു. അവിടേക്കും നമ്മൾ എണ്ണ പര്യവേഷണം തുടങ്ങാനായിട്ട് ഊർജിത നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ സമുദ്രധൻ എന്നും പറഞ്ഞ ഒരു നയം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അത് പരമാവധി ഇത്തരം വിഭവങ്ങൾ കണ്ടെത്താനും പര്യവേഷണം നടത്താനുമായിട്ടുള്ള പരിപാടികളാണ്. നമ്മുടെ ഈ ONGC, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, അപ്പോൾ അവർ ഏതാണ്ട് 10-60 വർഷമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വിവിധ ഇടങ്ങളിൽ എണ്ണ കിട്ടാനായിട്ടുള്ള പലതരത്തിലുള്ള ശ്രമം. കുറച്ച് നാൾ മുമ്പ് നമ്മുടെ കേരള തീരത്തും അതേപോലെ നമ്മുടെ കൊച്ചി കടപ്പുറത്തും ഇതേപോലെ ഡ്രില്ലിങ് നടന്നിരുന്നു. അപ്പം പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി, പക്ഷെ ഒന്നും കിട്ടിയില്ല. കൊല്ലത്ത് ഇതേപോലുള്ള നടത്തിയിട്ട് നമ്മുടെ കൊല്ലം MLA മുകേഷിന്റെ ഒരു വൈറൽ വീഡിയോ ഇപ്പോഴും ഉണ്ട്. കൊല്ലത്ത് നിന്ന് വന്നുള്ള അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ. അപ്പോൾ ഏതായാലും ആ ശ്രമങ്ങളെല്ലാം ഫലവത്തായില്ല. അപ്പോൾ ഇവിടെയാണ് പുതിയൊരു സംഗതി ഇപ്പോൾ കേൾക്കുന്നത്. നമ്മുടെ ബംഗാളിൽ നിന്നൊരു നല്ലൊരു വാർത്ത. ബംഗാളിൽ കൃത്യം പറഞ്ഞാൽ നോർത്ത് പർഗനാസ് എന്ന് പറയുന്ന പ്രദേശത്ത് അശോക് നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എണ്ണക്കിണർ കണ്ടെത്തിയിട്ടുണ്ട്. 2018 ONGC കണ്ടെത്തിയ ഒരു പ്രദേശമാണ്. പക്ഷേ ഏതാണ്ട് 5 വർഷത്തിലധികമായിട്ട് ആ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചിരുന്നില്ല. അതിന് കാരണം അവിടെ ഉണ്ടായിരുന്ന മമതാ ബാനർജി സർക്കാർ എടുത്തിരുന്ന വളരെ സങ്കുചിതമായ രാഷ്ട്രീയ സങ്കുചിതമായ രാഷ്ട്രീയ പ്രശ്നങ്ങളാണ്. തീർച്ചയായിട്ടും ഇപ്പൊ അവിടെ അധികാരമാറ്റം ഉണ്ടായി. BJP സർക്കാർ അവിടെ അധികാരത്തിൽ വന്നു. അതിനുശേഷം അവിടെ ബംഗാളിന്റെ സമഗ്ര പുരോഗതിക്ക് വേണ്ടിയിട്ട് റോഡ് മാപ്പ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. ഇപ്പൊ ഇത് പ്രകാരം അവിടുത്തെ BJP അധ്യക്ഷനും MP-യുമായ സാമിത് ഭട്ടാചാര്യ നമ്മുടെ ധനമന്ത്രി നിർമ്മല സീതാരാമനെ വന്ന് കണ്ടു. അപ്പോൾ ഈ റോഡ് മാപ്പ് പ്രകാരമുള്ള ഫണ്ടിങ് ഒക്കെ സുഗമമാക്കാൻ ആ ആവശ്യം ഉന്നയിച്ചിട്ടാണ് അദ്ദേഹം വന്ന് കണ്ടത്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന നമ്മളിങ്ങനെ അവിടെ ഒരു എണ്ണക്കിണർ കുഴിച്ചിരുന്നു, ഏതാണ്ട് 5 വർഷമായിട്ട് കാര്യമായ നടപടികളൊന്നുമില്ല. അപ്പോൾ ആ കാര്യം പരിഗണിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിർമ്മല സീതാരാമൻ ഇടപെട്ടാണ് ആ പറയുന്ന പദ്ധതി എത്രയും പെട്ടെന്ന് അതിൻ്റെ നടപടികളിലേക്ക് കടക്കാനായിട്ട് തീരുമാനമായത്. അവിടെ ഈ മമതാ ബാനർജി സർക്കാർ വളരെ നെഗറ്റീവായിട്ടായിരുന്നു അതിനെ ഇടപെട്ടത്. ഏതാണ്ട് 60 വർഷത്തോളമായിട്ട് നമ്മുടെ ONGC ബംഗാളിൻ്റെ ബേ ഓഫ് ബംഗാളിൽ പലതരത്തിലുള്ള എണ്ണ പരിവേഷണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഏതാണ്ട് 150ഓളം സ്ഥലങ്ങളിൽ അവർ പരിശോധന നടത്തി. ഓൾമോസ്റ്റ് ഒരു 99% അതെല്ലാം പരാജയമായിരുന്നു. മനസ്സിലായി. അപ്പോൾ ഈ അശോക് നഗറിൽ നടത്തിയ 2 എണ്ണക്കിണറുകളിൽ 2 സ്ഥലത്ത് കുഴിച്ചു നോക്കിയപ്പോൾ 2 ഇടങ്ങളിൽ പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അത് പോസിറ്റീവ് റിസൾട്ടാണെന്ന് മാത്രമല്ല, നിലവിൽ നമുക്ക് വിപണിയിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ക്രൂഡ് ഓയിലായ ബ്രെന്റ് ക്രൂഡ് ഓയിലിനേക്കാൾ മികച്ചത്, അതിനേക്കാൾ മികച്ച സാമ്പിളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇന്ത്യയുടെ സ്വന്തം ഉൽപ്പന്നം നമ്മുടെ ബോംബെ ഹൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിലിനേക്കാൾ മികച്ചത് ഈ ആദ്യം പറഞ്ഞ ക്രൂഡ് ഓയിലാണ് ഇപ്പോൾ, അതായത് ബ്രെന്റ് ക്രൂഡ് ഓയിലാണ് വിപണിയിലെ ഏറ്റവും വില കൂടിയ സാധനം. അതെ, അപ്പൊ അതിനേക്കാൾ മികച്ച നിലവാരത്തിലുള്ള ക്രൂഡ് ഓയിലാണ് അത് പ്രോസസ് ചെയ്തപ്പോൾ കിട്ടിയത്. ഇപ്പൊ നിലവിലുള്ള അസസ്മെന്റ് അനുസരിച്ച് മിനിമം 45,000 കോടി രൂപയുടെ ക്രൂഡ് ഓയിൽ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളതാണ് കണക്ക്. അത് പരമാവധി 4.5 ലക്ഷം കോടി വരെ
വർദ്ധിക്കുകയും ചെയ്യാം. ഏകദേശം അല്ലേ പശ്ചിമബംഗാളിന്റെ മുഖം മാറാൻ പോകുന്ന പശ്ചിമബംഗാളിന്റെ അല്ല, നമ്മുടെ രാജ്യത്തിന്റെ തന്നെ മുഖം മാറാൻ ഇതിനെ തേടി ഇനി വേറെ പോകേണ്ടി വരില്ല. അതായത് 45,000 കോടി രൂപ മിനിമം അവിടുന്ന് കിട്ടും, എണ്ണ കിട്ടും. അവിടുന്ന് തൊട്ട് 4.5 ലക്ഷം കോടി രൂപയുടെ വരെ ക്രൂഡ് ഓയിൽ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. അതായത് അവരുടെ ഒരു അസസ്മെന്റ് പ്രകാരം 240 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏകദേശ അസസ്മെന്റ്. ഉറപ്പൊന്നുമില്ല. ഇപ്പം 2 സ്ഥലത്ത് നമ്മളവിടെ കുഴിച്ചു നോക്കി. അത് 2 സ്ഥലമാണ് പോസിറ്റീവായിട്ടുള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം ഇത് കൂടുതൽ അവിടെ ഇനി അത് വാണിജ്യാടിസ്ഥാനത്തിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കണമല്ലോ. ഒരു 5 എണ്ണം കൂടി കിണർ കൂടി കുഴിക്കണം ആ പ്രദേശത്ത്. ഇത് ഓയിൽ നിക്ഷേപം ഉണ്ടെന്ന് അതിനുള്ള നടപടികൾ തുടങ്ങി. അപ്പോൾ ഇനി അവിടെ നമ്മുടെ മമതാ ബാനർജി സർക്കാർ ഈ പദ്ധതിയുമായിട്ട് ഒരു വിധത്തിൽ സഹകരിക്കുന്നില്ലായിരുന്നു. അതിൻ്റെ കാരണം ഇതൊരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ആർക്ക് പോകും? കേന്ദ്രത്തിന് പോകും. പിന്നെ ONGC ആണ് അവിടെ ഇത് പദ്ധതിയുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ONGC ഒരു കേന്ദ്ര സ്ഥാപനമാണ്. അപ്പോൾ അവര് സംസ്ഥാന സർക്കാരിന് മേൽ അമിതാധികാര പ്രയോഗം നടത്തുന്നു എന്നൊരു തോന്നൽ. പിന്നെ ഈ പറയുന്ന ഇപ്പോൾ നിലവിൽ അവിടെ കണ്ടെത്തിയിരിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഏതാണ്ട് 3.5 ഏക്കർ വരുന്ന പ്രദേശത്താണ് ഇപ്പോൾ ഇപ്പോൾ ഈ 2 എണ്ണക്കിണർ സ്ഥാപിച്ചു. ഇനി മൊത്തം 99.06 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശം മൊത്തത്തിൽ അക്വയർ ചെയ്യണം. അപ്പോൾ കുറച്ചധികം സ്ഥലം വേണ്ടി വരും. അപ്പോൾ ഇതിൽ ഏറിയ പങ്കും അവിടെ ആൾതാമസം കുറവുള്ള പ്രദേശമാണ്. കാരണം ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏരിയയാണ് കൂടുതലും. അതുകൊണ്ട് വലിയ രീതിയിൽ ആൾക്കാരെ മാറ്റി പാർപ്പിക്കേണ്ടതില്ല. കുറച്ച് പേരുടെ കൃഷിഭൂമിയും വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെടും. പക്ഷെ അവരുടെ പുനരധിവാസവും പറഞ്ഞുകൊണ്ടാണ് അവിടെ സമരം ഉണ്ടായത്. കൂടാതെ പ്രദേശവാസികൾക്ക് അവിടെ തൊഴിൽ കൊടുക്കണം. അങ്ങനെ ഈ പറയുന്ന എണ്ണ പരിവേഷണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവിടെ സമരം വരെ നടന്നു. അതൊക്കെ ഓട്ടോമാറ്റിക്കലി തൊഴിൽ കിട്ടൂലേ? കിട്ടും. കാര്യം അവിടെ പ്രദേശത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. നമ്മൾ അതല്ലേ പറഞ്ഞത്. കിട്ടും. പിന്നെ ഒരു പ്രശ്നമുണ്ട്. ഈ മമതാ ബാനർജി സർക്കാർ, തൃണമൂൽ കോൺഗ്രസിന് അവരുടെ പ്രത്യയശാസ്ത്രപരമായ പ്രശ്നമുണ്ട്. കാര്യം ആളുകളെ കുടിയിറക്കണമല്ലോ. ഈ ഇവിടെ സിന്ദൂരും അതേപോലെ നമ്മുടെ ഒരു ഏതായിരുന്നു നന്ദിഗ്രാം. ഓക്കെ, സിംഗൂരും നന്ദിഗ്രാം. ഓക്കെ. അപ്പോൾ പശ്ചിമ ബംഗാളിലെ സിംഗൂറും നന്ദിഗ്രാമും അവിടെ ഉണ്ടായ കുടിയൊഴിപ്പിക്കലും പ്രശ്നങ്ങളും അപ്പൊ അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയാണ് മമതാ ബാനർജി അവിടെ അധികാരത്തിൽ വരുന്നത്. അപ്പൊ അതേ മമതാ ബാനർജി തന്നെ ആളുകളെ കുടിയിറക്കിയാനുള്ള പ്രശ്നം എന്തായിരിക്കും? മനസ്സിലായി. അപ്പൊ അതിന്റെ പേരിലാണ് ഇട്ട് ചവിട്ടി ഇത്. ഏതായാലും 2025 ആയപ്പോൾ മമതാ ബാനർജിക്ക് അല്പം ബോധ്യം വന്നു. കാര്യം ഇത് സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിച്ഛായ തന്നെ മാറ്റുന്നൊരു പദ്ധതിയാണെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായി. പിന്നീട് അവർ അതിൽ നിന്ന് ബലം പിടുത്തം. അങ്ങനെ ഇതിൻ്റെ ലീസ് എഗ്രിമെൻ്റ് ഒക്കെ ആയി. സെന്റിന് 1 രൂപ കണക്കിലാണ് അവിടെ ലീസ് എഗ്രിമെൻ്റ് വരെ ആയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണ്. ഇനി വേണ്ടത് അവിടെ പുതിയ മെഷീനറികൾ വേണം, പുതിയ സംവിധാനങ്ങൾ ഒരുക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ 99.06 ചതുരശ്ര കിലോമീറ്റർ വരുന്ന പ്രദേശം കൈമാറണം. ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കൈമാറണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ ഏതാണ്ട് 60 വർഷത്തോളമായി അവിടെ എണ്ണ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ട് അവസാനം ഒരു വഴി തെളിഞ്ഞപ്പോൾ അത് രാജ്യത്തിൻ്റെ തന്നെ ഒരു മുഖച്ഛായ തന്നെ മാറ്റും എന്നുള്ളൊരു പദ്ധതിയായിട്ടിരിക്കുമ്പോൾ തന്നെയാണ് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ ആ പദ്ധതി ഇട്ട് ചവിട്ടിയത്. അപ്പോൾ അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടായപ്പോഴും കൂടാതെ പശ്ചിമേഷ്യയിൽ ഇങ്ങനൊരു യുദ്ധം ഉണ്ടാവുകയും രാജ്യം വലിയ ഒരു ഇന്ധന പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ കൂടി ഈ പദ്ധതി അവിടെ വളരെ വേഗത കൈവരിച്ചിട്ടുണ്ട്. ഒരു 4-5 വർഷത്തിനുള്ളിൽ അവിടെ നിന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്ക് ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു.